നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ബംഗളൂരുവിലുണ്ടായ വാഹനാപകടത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചു. ഇരട്ടപ്പുഴ കോളനിപ്പടിക്കടുത്ത് തെക്കൻ ഹനീഫയുടെ മകൻ 25 വയസ്സുള്ള അബ്ദുള്ളയാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ അബ്ദുള്ളയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 1 മണിയോടെ മരണം സംഭവിച്ചു. ബംഗളൂരുവിലെ IT കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം മേൽനടപടികൾക്കു ശേഷം നാട്ടിലെത്തിച്ച് ബ്ലാങ്ങാട് കാട്ടിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തും. മഴയിൽ തകർന്ന തയ്യൂർ ആലുക്കൽച്ചിറ പാലത്തിനോട് ചേർന്നുള്ള താൽക്കാലിക നടപ്പാത ഉടൻ നിർമ്മിക്കണമെന്ന് AC മൊയ്തീൻ MLA പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുവരികയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കാൽനട യാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും സഞ്ചരിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് റോഡ് പുഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് തകർന്നത്. ഇത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കിലോമീറ്ററുകളോളം ദൂരം ചുറ്റി സഞ്ചരിച്ചാണ് തയ്യൂർ പ്രദേശവാസികൾ എരുമപ്പെട്ടിയിലേക്കും സ്കൂളുകളിലേക്കും ആശുപത്രിയിലേക്കും എത്തുന്നത്. ബസ് സർവീസ് ഇല്ലാത്തതിനാൽ വലിയ തുക നൽകി ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളെയാണ് വിദ്യാർത്ഥികളും തൊഴിലാളികളും ആശ്രയിക്കുന്നത്. കുന്നംകുളം മണ്ഡലത്തിലെ പൊതുമരാമത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിലാണ് MLA നടപ്പാത ഉടൻ നിർമ്മിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. കേച്ചേരി ആയമുക്കിൽ യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. ആയമുക്ക് മതിലകത്ത് വീട്ടിൽ മുഹമ്മദ് ഷാഫിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ രായ്മരക്കാർ വീട്ടിൽ അബ്ദുൾ കരീം, മക്കളായ റൌഫ്, റാസിഖ് എന്നിവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് കുന്നംകുളം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുള്ളത്. കോൺക്രീറ്റ് മാലിന്യം പറമ്പിലും വഴിയിലും നിക്ഷേപിക്കുന്നത് ചോദ്യം ചെയ്ത മുഹമ്മദ് ഷാഫിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾ ഒളിവിൽ പോയതോടെയാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. മുഹമ്മദ് ഷാഫിയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് പ്രതികൾ കോൺക്രീറ്റ് മാലിന്യം നിക്ഷേപിച്ചത്. ഇത് ചോദ്യം ചെയ്തതിനാണ് പ്രതികളായ 3 അംഗ സംഘം അതിക്രൂരമായി മുഹമ്മദ് ഷാഫിയെ മർദ്ദിച്ചത്. പ്രതികൾക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും പ്രതികൾ ഒളിവിൽ പോവുകയും മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുകയുമായിരുന്നു. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി മുണ്ടൻകോട് സ്വദേശി തങ്ക, സഹോദരി വത്സല എന്നിവർക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനവും SSLC+2 വിജയികൾക്കുള്ള രാജീവ് ഗാന്ധി പുരസ്കാര വിതരണവും നടന്നു. യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, DCC സെക്രട്ടറി PS സുനീഷ്, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി, MC ഐജു, KR രാധിക, സെഫീന അസീസ്, CG ജോൺ, മീന ശലമോൻ, CK നാരായണൻ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത ഗാനരചയിതാവായിരുന്ന പൂവച്ചൽ ഖാദറിന്റെ സ്മരണാർത്ഥം പൂവച്ചൽ ഖാദർ കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് എഴുത്തുകാരനും ചലച്ചിത്ര പ്രൊഡക്ഷൻ കൺട്രോളറുമായ ഷാജി പട്ടിക്കര അർഹനായി. സിനിമാ രംഗത്തെയും ടെലിവിഷൻ രംഗത്തെയും മാധ്യമരംഗത്തെയും പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന അവാർഡിൽ മികച്ച പ്രൊഡക്ഷൻ കൺട്രോളർക്കുള്ള പുരസ്കാര നേട്ടത്തിനാണ് ഷാജി പട്ടിക്കര അർഹനായത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 5:30 തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പുരസ്കാര വിതരണം നടത്തും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മന്ത്രിമാരായ K മുരളീധരൻ, PC വിഷ്ണുനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. കാൽനൂറ്റാണ്ടിലേറെയായി ചലച്ചിത്ര രംഗത്ത് സജീവമായ ഷാജി പട്ടിക്കര കേച്ചേരി പട്ടിക്കര സ്വദേശിയാണ്. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് എളവള്ളി സ്വദേശിക്ക് ഡോക്ടറേറ്റ്. എളവള്ളി പറക്കാട് വട്ടംപറമ്പിൽ പ്രകാശന്റെയും ബിന്ദുവിന്റെയും മകനായ കിരൺ പ്രകാശാണ് കൊൽക്കത്തയിലെ ഖരഗ്പൂർ IITയിലെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയത്. COVID-19 പകർച്ചവ്യാധിയുടെ കാലത്തെ കേരളത്തിന്റെ വികേന്ദ്രീകൃത ഭരണവും പൊതുജനാരോഗ്യ പ്രതിസന്ധി കാര്യനിർവഹണവും എന്ന വിഷയത്തിലാണ് കിരൺ ഡോക്ടറേറ്റിന് അർഹനായത്. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ മാതൃകയാക്കിയായിരുന്നു കിരണിന്റെ പഠനം. ബ്രിട്ടീഷ് സോഷ്യോളജിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിലെ പൊതുഗവേഷണ സർവകലാശാലയായ
വാർവിക് സർവകലാശാലയിൽ നടന്ന മെഡിക്കൽ സോഷ്യോളജി കോൺഫറൻസിൽ ഇതിനെക്കുറിച്ചുള്ള പ്രബന്ധം അവതരിപ്പിക്കാൻ കിരൺ പ്രകാശിന് അവസരം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഡൽഹിയിലെ സ്വകാര്യ സർവകലാശാലയിൽ സോഷ്യോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ കിരൺ പ്രകാശ്. ലോക സംഗീത വേദികളിൽ മലയാളത്തിന്റെ ശബ്ദമായി ചാലിശ്ശേരി സ്വദേശി ഡോക്ടർ PV ബോസ് കർണാടക സംഗീതത്തിന്റെ പരമ്പരാഗത ചാരുതയും ലോക സംഗീതത്തിന്റെ ആധുനിക സാധ്യതകളും സമന്വയിപ്പിച്ച് അന്താരാഷ്ട്ര സംഗീത ലോകത്ത് സ്വന്തം ഇടം നേടിയ സംഗീതജ്ഞൻ കൂടിയാണ് ഡോക്ടർ PV ബോസ്. ഗായകൻ, സംഗീതജ്ഞൻ, ഗവേഷകൻ, അധ്യാപകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. സ്കൂൾ, ജില്ലാതല സംഗീത മത്സരങ്ങളിൽ സ്ഥിരമായി ഒന്നാം സ്ഥാനം ലഭിച്ചിരുന്ന ബോസ് കുന്നംകുളം തെക്കേക്കര ഡേവിസ് ഭാഗവതരുടെ കീഴിൽ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങി. പിന്നീട് പത്മശ്രീ ജേതാവ് ലീല ഓംചേരി, സംഗീത ആചാര്യൻ പ്രൊഫസർ സുബ്രഹ്മണ്യം, പത്മവിഭൂഷൺ ജേതാവ് പ്രൊഫസർ TN കൃഷ്ണൻ എന്നിവരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചു. ചെമ്പൈ കോളേജിലെ ആകെ 17 സീറ്റുകളിൽ ഒന്നിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നേടിയത് അദ്ദേഹത്തിന്റെ സംഗീത പ്രതിഭയ്ക്ക് ലഭിച്ച ആദ്യകാല അംഗീകാരങ്ങളിൽ ഒന്നായിരുന്നു. 1985 മധ്യപ്രദേശിലെ ഖൈരാഗഡിലുള്ള ഇന്ത്യയിലെ ആദ്യ സംഗീത സർവകലാശാലയായ ഇന്ദിര കലാ സംഗീത് വിശ്വവിദ്യാലയത്തിൽ ചേർന്ന് ഹിന്ദുസ്ഥാനി, കർണാടക സംഗീതങ്ങളിൽ BA ബിരുദം നേടി. തുടർന്ന് ഡൽഹി സർവകലാശാലയിൽ നിന്നും MA മ്യൂസിക്, MPhil, PhD ഇൻ മ്യൂസിക് ബിരുദങ്ങൾ ഫസ്റ്റ് ക്ലാസോടെ കരസ്ഥമാക്കി. സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സൂര്യചേതന തിയേറ്ററിനായി പട്ടാമ്പിയിലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ 2 ഗാനങ്ങൾ ആലപിച്ചു. 1993 ഭോപ്പാലിലെ നവചേതന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായും 1995 ഫാദർ ആബേലിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളത്തെ കൊച്ചിൻ കലാഭവനിൽ സംഗീത അധ്യാപകനായും പ്രവർത്തിച്ചു. 1995 മുതൽ 2 വർഷം എറണാകുളം ചിന്മയ കോളേജിലെ സംഗീത വിഭാഗത്തിൽ ഔദ്യോഗികമായി പ്രൊഫസറായി ആദ്യമായി ചുമതലയേറ്റു. പിന്നീടാണ് പുതുച്ചേരി സർക്കാരിന്റെ സംഗീത ഫൈൻ ആർട്സ് കോളേജിൽ അധ്യാപകനായി ചേർന്ന് ഇപ്പോൾ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിക്കുകയാണ്. അക്കാദമിക രംഗത്ത് സജീവമായി തുടരുകയാണ്. നിലവിൽ പുതുച്ചേരിയിലെ ഭാരതീയർ സെന്റർ ഫോർ പെർഫോമിംഗ് ആൻഡ് ഫൈൻ ആർട്സിൽ സീനിയർ ഫാക്കൽറ്റി അംഗവുമാണ്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. പുതുശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ദിനാചരണം ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ് അധ്യക്ഷനായി. മെഡിക്കൽ ഓഫീസർ S ശാലിനി യോഗാദിന സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രശാന്ത് മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ജിനി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബേറ്റ വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനൂപ് ബാലൻ, MA ഷാഫി, PV ഷഹർബാൻ, K ഐശ്വര്യ, MK രതി, ഫാർമസിസ്റ്റ് സൺമി T ജോൺ എന്നിവർ സംസാരിച്ചു. തുടർന്ന് യോഗ പരിശീലക ധന്യയുടെ നേതൃത്വത്തിൽ പ്രോട്ടോകോൾ യോഗ അവതരണവും ചൊവ്വന്നൂർ GATയിലെ യോഗാഭ്യാസികളുടെ യോഗ പ്രദർശനവും നടന്നു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കാട്ടകമ്പാൽ വില്ലേജ് വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെട്രോൾ, ഡീസൽ, പാചകവാതക വില കയറ്റത്തിനെതിരെ അടുപ്പുകൂട്ടി സമരം ചിറക്കൽ സെന്ററിൽ സംഘടിപ്പിച്ചു. CITU ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. വില്ലേജ് കമ്മിറ്റി ട്രഷറർ ഷീജ സുഗതൻ അധ്യക്ഷത വഹിച്ചു. കർഷക തൊഴിലാളി കുന്നംകുളം ഏരിയ എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് കൊളത്തേരി, കർഷക തൊഴിലാളി കാട്ടകമ്പാൽ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് TK രാജൻ, മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി CK സുശീല, DYFI മേഖലാ സെക്രട്ടറി അനുമോൻ C തമ്പി, വ്യാപാരി വ്യവസായി സമിതി കാട്ടകമ്പാൽ മേഖലാ സെക്രട്ടറി മനോജ് C ബേബി, വില്ലേജ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. KMJ, SYS, SSF, സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് മന്നലാംകുന്ന് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും ഹാഫിൽ മുഹമ്മദ് തൻവീർ യൂനിസിനുള്ള ആദരവും SSLC+2 അനുമോദനവും സംഘടിപ്പിച്ചു. മന്നലാംകുന്ന് തഹാനി വില്ല പരിസരത്ത് നടത്തിയ ചടങ്ങിൽ ജബ്ബാർ ജൗഹരി അകലാട് പ്രാർത്ഥന നടത്തി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് മുസ്തഫ അൽ അസ്ഹരി അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് എക്സൈസ് ഓഫീസർ മണികണ്ഠൻ ലഹരി ബോധവൽക്കരണ ക്ലാസ് നടത്തി. 2 വർഷം കൊണ്ട് ഖുർആൻ മനഃപാഠമാക്കിയ മന്നലാംകുന്ന് പട്ടരപ്പുരയ്ക്കൽ യൂനുസ് ഷബ്ന ദമ്പതികളുടെ മകൻ ഹാഫിൽ മുഹമ്മദ് തൻവീർ യൂനുസിനെയും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു.
തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും മധുര വിതരണവുമുണ്ടായി. അനസ് മൊയ്നി അൽ ഹബീബി, ഷുക്കൂർ കരിയാടൻ, ടി കെ ഫയാസ്, നഈം മുഹമ്മദ്, ഷഹ്മിൽ എന്നിവർ സംസാരിച്ചു. പുന്നയൂർ പഞ്ചായത്ത് തല വായനാ വാരാചരണത്തിന് തുടക്കമായി. അവിയൂർ പഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ നടത്തിയ പരിപാടി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ ഷിബു ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് IP രാജേന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീറ, ബ്ലോക്ക് മെമ്പർ സബീന, മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ക്വിസ് മത്സരവും ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിൽ ഫ്ലൈയിംഗ് ഓഫീസറായി നിയമനം ലഭിച്ച വടക്കാഞ്ചേരി സ്വദേശി അജുൽ ആർ കൃഷ്ണനെ എരുമപ്പെട്ടി റീച്ച് ഫോർ ദ സ്റ്റാർസ് ആദരിച്ചു. സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തക ലളിത സ്വാമി പൊന്നാട അണിയിച്ച് ഉപഹാരം സമർപ്പിച്ചു. റീച്ച് ഫോർ ദ സ്റ്റാർസ് ചീഫ് കോർഡിനേറ്റർ മേജർ KP ജോസഫ് അധ്യക്ഷനായി. എരുമപ്പെട്ടി ഫൊറാന വികാരി ഫാദർ ജോഷി ആളൂർ, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് AM റഷീദ് എന്നിവർ പങ്കെടുത്തു. കോർഡിനേറ്റർമാരായ മേഘ സുനിൽ, അഭി ഫ്രാൻസിസ്, ആദിത്യ, ശിവപ്രിയ എന്നിവർ നേതൃത്വം നൽകി. കിസാൻ ഉത്സവ് ദിവസ് 2026 ബോധവൽക്കരണ ക്ലാസ് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ MP അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, മെമ്പർമാരായ സന്തോഷ് കൊളത്തേരി, സന്ധ്യ ഷിബു, മോനിഷ രജീഷ് എന്നിവർ സംസാരിച്ചു. PM കിസാൻ ഗുണഭോക്താക്കളായ കർഷകർക്ക് കൃഷി ഓഫീസറും കൃഷി ഉദ്യോഗസ്ഥരും EKYC രജിസ്ട്രേഷൻ ചെയ്തു കൊടുത്തു. കാട്ടകമ്പാൽ കൃഷി ഓഫീസർ അനൂപ് വിജയൻ, കൃഷി അസിസ്റ്റന്റ് ശിവൻ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂൾ വിജയോത്സവം 2026 സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രശാന്തൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥി പ്രതിഭകളെയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. കായിക രംഗത്തെ മികച്ച സംഭാവന നൽകിയ കായികാധ്യാപകൻ സുജേഷ് മാസ്റ്റർ, 10ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥികളെ മികച്ച രീതിയിൽ തയ്യാറാക്കിയ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. വാർഡ് മെമ്പർമാരായ മോനിഷ രജീഷ്, സന്തോഷ് കൊളത്തേരി, PM അലി, ഹെഡ് മിസ്ട്രസ് മേഴ്സി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. മൂന്ന് പതിറ്റാണ്ട് പൊതുരംഗത്ത് നിറസാന്നിധ്യമായിരുന്ന രാജു തോമസ് പൊതുവേലിലിന്റെ നിര്യാണത്തിൽ കല്ലൂർ വടക്കേകാട് സൗഹൃദ കൂട്ടായ്മ അനുശോചിച്ചു. സക്കീർ ചേമ്പത്ത് അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, വടക്കേകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു, വൈസ് പ്രസിഡന്റ് NMK നബീൽ, വാർഡംഗം അജയ് കുമാർ, ബേബി മാലിക്, സുൽഫിക്കർ, മൈമൂന പുളിക്കൽ, ഐശ്വര്യ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. 100 പ്രകാശവർഷങ്ങൾ എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമസ്ത സെന്റിനറിയുടെ ഭാഗമായി യൂണിറ്റ് തലത്തിൽ സംഘടിപ്പിക്കുന്ന അസുഫ നാട്ടുദർസിന്റെ ജില്ലാ ഉദ്ഘാടനം അകലാട് സൗത്ത് യൂണിറ്റിൽ നടത്തി. സമസ്ത കേന്ദ്ര മുഷാവറാംഗം IMK ഫൈസി കല്ലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ദഅ്വ പ്രസിഡന്റ് ഷമീർ സഖാഫി അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ റസാഖ് അസ്ഹരി ആമുഖ പ്രഭാഷണം നടത്തി. സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രചിച്ച ഗ്രന്ഥം ആസ്പദമാക്കി 30 ക്ലാസുകൾ ഉൾക്കൊള്ളുന്ന ദർസിന് ജില്ലയിൽ 300ഓളം യൂണിറ്റുകളിൽ ഉസ്താദിൽ നിന്നും നേരിട്ട് ഇജാസത്ത് സ്വീകരിച്ച മുദരിസുമാരാണ് നേതൃത്വം നൽകുന്നത്. സെക്രട്ടറി നിഷാർ മേച്ചേരിപ്പടി, മുദരിസ് റിഷാദ് സഖാഫി പരൂർ, ഷംസുദ്ദീൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സാ വകുപ്പ്, കടവല്ലൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി കടവല്ലൂർ പഞ്ചായത്തു തല പരിപാടികൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS മണികണ്ഠൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, വാർഡ് മെമ്പർ രജിത ആനന്ദൻ, യോഗ പരിശീലക പ്രിയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആരോഗ്യപൂർണമായ വാർദ്ധക്യം യോഗയിലൂടെ എന്ന വിഷയത്തിൽ ഡോക്ടർ TS മണികണ്ഠൻ ക്ലാസ് എടുത്തു. തുടർന്ന് യോഗാവതരണവും യോഗ ഡാൻസും നടന്നു. പെട്രോൾ, ഡീസൽ, പാചകവാതക വിലവർദ്ധനവിനെതിരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ KSKTU കുന്നംകുളം ഏരിയ ജോയിന്റ് സെക്രട്ടറി
NK ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ സബ് കമ്മിറ്റി കൺവീനർ PK കൗസല്യ അധ്യക്ഷത വഹിച്ചു. KSKTU പഴഞ്ഞി വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് AA മണികണ്ഠൻ, ബ്രാഞ്ച് സെക്രട്ടറി NK സതീശൻ, വാർഡ് മെമ്പർ അഖിൽ എന്നിവർ സംസാരിച്ചു. ബിന്ദു മനോഹരൻ, ശൈലജ അരുൺദാസ്, സബിത മനോഹരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി പെരുമണ്ണൂർ EPNNMM ചൈതന്യ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വായനാ പക്ഷാചരണ പരിപാടികൾക്ക് അക്ഷരദീപം തെളിയിച്ച് തുടക്കമായി. വായനശാല പ്രസിഡന്റ് ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് വിനോദ്, സെക്രട്ടറി EK മണികണ്ഠൻ, ട്രഷറർ P അനീഷ്, വനിതാ ലൈബ്രറിയൻ സുധ ഉദയഭാനു എന്നിവർ നേതൃത്വം നൽകി. ചരമം. KSRTC റിട്ടയർഡ് ജീവനക്കാരൻ പട്ടിത്തടം പുലിക്കോട്ടിൽ സൈമൺ നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 4 മണിക്ക് ദി പെന്തക്കോസ്ത് സഭാ സെമിത്തേരിയിൽ നടത്തും. ജെയ്ജി ഭാര്യയും ഷിജു എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.